കൊച്ചി നെടുമ്പാശ്ശേരി അവയവക്കടത്ത് അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. എറണാകുളം റൂറൽ SP മേൽനോട്ടത്തിൽ 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിലെ പ്രധാന കണ്ണി ഹൈദരാബാദിൽ എന്നാണ് പ്രതി സബിത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തെക്കുറിച്ചും അന്വേഷണം നടത്തും. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ട വാർത്തയായിരുന്നു, ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഈ അവയവക്കടത്ത്, വിദേശ രാജ്യത്തേക്ക് ആളുകളെ, നിർധനരായ ആളുകളെ പണം വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയി അവയവങ്ങൾ എടുക്കുന്ന മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ളത് 24 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. അതിലൊരു കണ്ണി അറസ്റ്റിലായതും 24 ബ്രേക്ക് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നു. ആ കേസിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു പോലീസ്. ആലുവ DYSP A പ്രസാദിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. എറണാകുളം റൂറൽ SP മേൽനോട്ടത്തിൽ 10 അംഗ സംഘം ഈ കേസ് അന്വേഷിക്കും എന്ന് മനസ്സിലാകുന്നു. പ്രധാന കണ്ണ് ഹൈദരാബാദിൽ ആണ് എന്നുള്ളതാണ് ഈ കേസിലെ പ്രതി സാബിത് നാസറിന്റെ മൊഴി വന്നിട്ടുള്ളത്. സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇറാനിൽ അവയവം നൽകാൻ എത്തുന്നവർക്ക് താമസിക്കാൻ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിരുന്നത് ഈ സാബിത്താണ്, അത് തൃശ്ശൂരുകാരൻ സാബിത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അവയവം നൽകി 20 ദിവസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് ഇവരെ തിരിച്ചെത്തിക്കും. തുച്ഛമായ തുകയാണ് ഇവർക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതും. ഒരു 5-6 ലക്ഷം രൂപ നൽകി ഒതുക്കും. അത് പുറത്ത് മറ്റ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയ്ക്കാണ് വിറ്റിരുന്നത് എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോവുകയാണ്. അന്താരാഷ്ട്ര അവയവ മാഫിയയുടെ ഈ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതലായി പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം. SKN. താങ്ക് യു ശ്രീകാന്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.